ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയം ലുലു ട്വിൻ ടവർ കാക്കനാട് ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടവറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ ITI മേഖലകൾക്ക് പുത്തൻ ഉണർവ് പകരാൻ കെൽപ്പുള്ളതാണ് പുതിയ സംരംഭം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് 12.74 ഏക്കറിൽ 35 ലക്ഷം ചതുരശ്ര അടിയിൽ 30 നിലകളിലായി പണിതീർത്തിരിക്കുന്ന ലുലു ട്വിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. 25 ലക്ഷം ചതുരശ്ര അടിയിൽ IT കമ്പനികൾക്ക് ട്വിൻ ടവറിൽ പ്രവർത്തിക്കാൻ സാധിക്കും. 30,000-ലേറെ IT പ്രൊഫഷണലുകൾക്ക് പുതിയ IT പാർക്കിൽ തൊഴിലവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ 1500 കോടിയിലേറെ മുതൽ മുടക്കിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 67 അതിവേഗ ലിഫ്റ്റുകൾ, 12 എസ്കലേറ്ററുകൾ, 2500 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഫുഡ് കോർട്ട്, 600 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അത്യാധുനിക കോൺഫറൻസ് റൂം എന്നിവയ്ക്ക് പുറമെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യവും സമുച്ചയത്തിന്റെ പ്രത്യേകതയാണ്. 3 നിലകളിലായി 4500 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാം. ഹെലിപാഡ് സൗകര്യവും ടവറിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇവിടെ ലീസ് ചെയ്യപ്പെട്ടിരുന്നത് ഓരോ വർഷവും 2016 മുതൽ 2022 വരെ. 2024 വന്നപ്പോൾ, അതായത് ലാസ്റ്റ് ഇയർ വന്നപ്പോൾ അത് 15 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിട്ട് കൂടി. അതിൻ്റെ കാരണം ഒന്ന് IBM, EY, പിന്നെ എയർ ഇന്ത്യ കാസ്പിയനിൽ വന്നിട്ടുള്ളത്. ഈ 15 ലക്ഷത്തെ സ്ക്വയർ ഫീറ്റ് ലീസബിൾ കഴിഞ്ഞ കൊല്ലം ലീസ് ചെയ്തപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായിരുന്നുവെങ്കിൽ ആ കമ്പനികളൊക്കെ ബാംഗ്ലൂരോ ഹൈദരാബാദോ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയേനെ. അപ്പോൾ നമ്മളിപ്പോൾ 25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ലീസബിൾ ഏരിയ ഇവിടെ ഉണ്ടാക്കി പബ്ലിക്കിന് സബ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഓഫീസ് ലീസബിൾ സ്പേസ് കൊച്ചിക്ക് ഇല്ലാതെ പോകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ്. ഗ്രീൻ ബിൽഡിംഗ് മികവിനുള്ള ലീഡ് പ്ലാറ്റിനം പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ട്വിൻ ടവറുകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ജൂൺ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വിൻ ടവർ നാടിന് സമർപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.